ചോക്കളി രാഷ്ട്രീയാണ്ടോ ഇത്? എന്ത് ചോക്കളി രാഷ്ട്രീയാണ്ടോ ഇത്? നിങ്ങളുടെ സ്ഥാനാർത്ഥി രാഗേറ്റ് വരുമ്പോ കൈക്കൊടുത്ത് ചിരിച്ച് സ്നേഹിച്ചവരാണ് ഞങ്ങൾ. കാരണം അതൊരു മര്യാദ. അത് ഈ പാർട്ടിയിലുള്ളത് കൊണ്ടാണ് 11ാമത്തെ കൊല്ലം ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നതും ഇന്ത്യ പാർട്ടി നശിച്ച് നാരായണക്കല്ലായി കേരളത്തിലേക്ക് ഒതുങ്ങിപ്പോയത്. ആ രാഷ്ട്രീയം ശരിയല്ല. സത്യസന്ധമായി പറയാം. അങ്ങനെ നിങ്ങൾ രാഷ്ട്രീയത്തെ കാണരുത്. തെരഞ്ഞെടുപ്പിൽ BJP മത്സരിക്കും, കോൺഗ്രസ് മത്സരിക്കും, CPM മത്സരിക്കും. എന്താ നിങ്ങൾക്ക് അവർ ഉൾക്കൊള്ളാൻ പറ്റാത്ത? ഞങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ. ഞങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വന്നാലും CPI-യുടെയോ LDF-ന്റെയോ സ്ഥാനാർത്ഥി വന്നാലും ഞങ്ങൾ അവരെ ബഹുമാനിക്കും. ഞങ്ങളുടെ ജാഥ നടക്കുന്ന സമയത്ത് അവർ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കടന്നു പോകാൻ ഞങ്ങൾ ശബ്ദം ഓഫാക്കി കൊടുത്ത് അവർക്ക് കൈ കൊടുത്ത് കടത്തിവിടും. അത് പരസ്പര ബഹുമാനം, മര്യാദയുടെ ഭാഗമാണ്. ആ ഭാഗം അയ്യപ്പുകടം ഭാഗത്ത് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ അറിവ് കുറവ് അല്ലെങ്കിൽ നിങ്ങളുടെ മാന്യത കുറവായിട്ടല്ലേ ജനം മനസ്സിലാക്കൂ. ഞങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങളുടെ രാഷ്ട്രീയ വൈരാഗ്യം. പക്ഷേ അത് മാറ്റണം. ആ മാറ്റുന്നിടത്താണ് യഥാർത്ഥ വികസനം വരുന്നത്. വ്യക്തികൾ വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്, ആശയം വേറെയാണ്, ആദർശം വേറെയാണ്, പ്രത്യയശാസ്ത്രം വേറെയാണ്. പക്ഷേ വികസനത്തിന് എന്ത് കോൺഗ്രസ്, വികസനത്തിന് എന്ത് CPM, വികസനത്തിന് എന്ത് BJP? വികസനത്തിന് ഒരേ ഒരു മുഖമേ ഉള്ളൂ. ഡെവലപ്മെന്റ് ഓഫ് ദ ടോട്ടൽ പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ വികസനത്തിന് രാഷ്ട്രീയത്തിന്റെ നിറമില്ല, രാഷ്ട്രീയത്തിന്റെ കൊടിയില്ല, രാഷ്ട്രീയത്തിന്റെ ശൈലിയില്ല. അത് പൊതുസമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ്. മോദി സർക്കാർ മഞ്ഞ കാർഡുകാർക്ക് 35 കിലോ അരി തരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനെ കൊടുക്കേണ്ടെന്ന് പറഞ്ഞോ? കോൺഗ്രസ്സുകാരനെ കൊടുക്കേണ്ടെന്ന് പറഞ്ഞോ? BJP-ക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞോ? ഇല്ലാലോ. ആവാസ് യോജന പ്രഖ്യാപിച്ച സമയത്ത് വിഹിതം സംസ്ഥാനത്തിന് കൊടുക്കുമ്പോ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കില്ലെന്ന് പറഞ്ഞോ? കോൺഗ്രസിന് കൊടുക്കില്ലെന്ന് പറഞ്ഞോ? BJP-ക്ക് കൊടുക്കും